ഇനി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. പേജ് നമ്പർ 134 അല്ലെങ്കിൽ 134 ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന പാഠഭാഗത്തെയാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം 136ാമത്തെ ചോദ്യം, വെൻ ക്യാൻ വി കോൾ എ കപ്പിൾ ഇൻഫെർട്ടൈൽ? എപ്പോഴാണ് നമുക്ക് ഒരു കപ്പിളിനെ അല്ലെങ്കിൽ ദമ്പതികളെ ഇൻഫെർട്ടൈൽ അല്ലെങ്കിൽ വന്ധ്യരാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ വന്ധ്യതയിലാണ് അല്ലെങ്കിൽ വന്ധ്യത അനുഭവിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്? ഇഫ് എ കപ്പിൾ ഈസ് അൺഏബിൾ ടു കൺസീവ് നാച്ചുറലി, അതായത് ഒരു കപ്പിൾ അല്ലെങ്കിൽ ദമ്പതികൾ എന്താണ് ചെയ്യുന്നത്, ഗർഭം ധരിക്കാമെന്ന് തീരുമാനിക്കുന്ന ആ സമയം മുതൽ ഒരു വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വന്ധ്യതയായി പരിഗണിക്കപ്പെടുന്നു. അതായത് ഇഫ് എ കപ്പിൾ ഈസ് അൺഏബിൾ ടു കൺസീവ്, ഒരു കപ്പിൾ അല്ലെങ്കിൽ ദമ്പതികൾക്ക് ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ ഈവൺ ആഫ്റ്റർ 1 ഇയർ, അതായത് ഒരു വർഷത്തിന് ശേഷവും ഫ്രം ദ ടൈം ദേ ഡിസൈഡ് ടു കൺസീവ്, അവർ ഗർഭധാരണം നടത്താമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഒരു വർഷമായിട്ടും അവിടെ ഗർഭധാരണം നടത്തുന്നില്ല എങ്കിൽ ആ കപ്പിളിനെ എന്ന് വിളിക്കാം? നമുക്ക് ഒരു ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാരണം നടക്കാത്തവർ അല്ലെങ്കിൽ വന്ധ്യത അനുഭവപ്പെടുന്ന കപ്പിൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി വാട്ട് ഈസ് ദ കോസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റി? എന്താണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ, അതായത് പുരുഷ വന്ധ്യതയുടെ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോട് 2-3 കാരണങ്ങൾ പറയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫക്റ്റ് ഇൻ സ്പേം, അതായത് പുരുഷ ബീജത്തിലുണ്ടാകുന്ന ഡിഫക്റ്റ്, അതെന്താണ്? സ്പേം പ്രൊഡക്ഷൻ, ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ദ സ്പേം ആൻഡ് ദെയർ മൊബിലിറ്റി ആൻഡ് certain diseases can cause male infertility. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷന് എങ്ങനെയൊക്കെ വന്ധ്യത വരാൻ സാധ്യതയുണ്ട്? ഡിഫക്റ്റ് ഇൻ ദ സ്പേം പ്രൊഡക്ഷൻ, അതായത് പുരുഷബീജ ഉൽപാദനത്തിനുള്ള ഒരു ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഡിക്രീസ് ദ നമ്പർ ഓഫ് സ്പേം, അതായത് നമുക്കറിയാം 4 മില്യൺ സ്പേമുകളാണ് ഒരു പ്രാവശ്യത്തെ ഇജാക്കുലേഷനിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്പേമിൻ്റെ നമ്പറിലുള്ള ഡിക്രീസ് അല്ലെങ്കിൽ കുറവ്, ദെയർ മൊബിലിറ്റി, ആ സ്പേമുകൾക്ക് 1.5 മില്ലിമീറ്റർ അവ സഞ്ചരിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ മൊബിലിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം, സർട്ടൻ ഡിസീസസ്, അതായത് ചില രോഗങ്ങൾക്കാൻ ഒരു പുരുഷന് വന്ധ്യത അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാമാണ് ഒരു പുരുഷൻ വന്ധ്യനാവാനുള്ള സാധ്യതകൾ. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി? എന്തെല്ലാമാണ് ഒരു സ്ത്രീ വന്ധ്യയാവാൻ കാരണമാവുന്നത്? ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതായത് അണ്ടത്തിൻ്റെ ഡിസ്ചാർജിങ്ങിൽ അല്ലെങ്കിൽ വിസർജനത്തിൻ്റെ, അതായത് ഓവറിയിൽ നിന്നും അണ്ടം ഫെലോപ്പിയൻ ട്യൂബ് വഴിയുള്ള പുറത്തേക്ക് വരുന്നതിലുള്ള ആ ഒരു ഡിസോർഡേഴ്സ്, അതൊരു കറക്റ്റായില്ലാതിരിക്കുന്നത്. ബ്ലോക്കേജ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഹോർമോണിയൽ ഇംബാലൻസ്, അതായത് ഹോർമോണുകളുടെ ശരിയായ രീതിയിലുള്ള ബാലൻസ് ഇല്ലാത്തത്. സച്ച് ആസ് പോളിസൈറ്റോസിസ് ഓവറി സിൻഡ്രം, അതായത് PCO, അതായത് ഓവറിയിലുണ്ടാകുന്ന ഒരു പ്രോബ്ലം, അതായത് ഹോർമോണിലുണ്ടാകുന്ന ഒരു ഇംബാലൻസിന് ഉദാഹരണമാണ് പോളിസൈറ്റോറ്റിക് ഓവറി സിൻഡ്രം എന്ന് പറയുന്നത്. ക്യാൻ കോസ് ഇൻഫെർട്ടിലിറ്റി ഇൻ വുമൺ, അതായത് സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഇനി 139ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോമൺ കോസ് ഫോർ ഇൻഫെർട്ടിലിറ്റി ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ? എന്താണ് സാധാരണയായി പുരുഷനിലും സ്ത്രീയിലും ഇൻഫെർട്ടിലിറ്റി വന്ധ്യത വരുന്നതിനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. ടോക്സിൻസ്, അതായത് വിഷപരമായ പദാർത്ഥങ്ങൾ. പൊല്യൂഷൻ, അതായത് മലിനീകരണം. സ്മോക്കിംഗ്, അതായത് പുകവലിക്കുന്നത്. ഡ്രഗ് അബ്യൂസ്, അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം. കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, അതായത് മദ്യപാനം. സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ആൻഡ് ഇൻഫ്ലമെൻറ്റേഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നു, പെട്ടെന്ന് അവ വളർച്ച കൂടുകയൊക്കെ ചെയ്യുന്നത്. ക്യാൻ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ, അതായത് പുരുഷനിലും സ്ത്രീയിലും കോമൺ ആയിട്ടുള്ള ഒരു കാരണമായി തീരാൻ വന്ധ്യത വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പുരുഷന്മാർക്കുള്ള കാരണമുണ്ട്, സ്ത്രീകൾക്കുള്ള കാരണമുണ്ട്, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള കാരണവുമുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3 കാര്യത്തിലുള്ളതും നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 140ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദ കോമൺ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്? എന്തെല്ലാമാണ് സാധാരണയായിട്ട് വന്ധ്യ ആയിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോർമോൺ ആൻഡ് സെമൻ ടെസ്റ്റ് ഇൻ ദ ലബോറട്ടറി. ആദ്യമേ തന്നെ എന്താണ് ചെയ്യുന്നത്? ഹോർമോണുകളെയും സെമനെയും പുരുഷ ബീജത്തെയും ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാനിങ്, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തുന്നു. ആൻഡ് ജനറ്റിക് ടെസ്റ്റ്, അതായത്
ജനറ്റിക് ടെസ്റ്റുകൾ പുരുഷനിലും സ്ത്രീയിലും നടത്തുന്നു. ക്യാൻ ഡയഗ്നൈസ് ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇവയെല്ലാം എന്താണ്, ഒരു പുരുഷനിലോ സ്ത്രീയിലോ ഉണ്ടാകുന്ന എന്താണ് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും കാരണങ്ങളാൽ എന്താണ് ജനിതക പരിശോധനകളോ അതുപോലെയുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനിതകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഡയഗ്നോസിസ് ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ആവുന്നതിൻ്റെ കാരണത്തെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ഇനി മെഡിസിൻസ് ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ART, അതായത് മരുന്നുകളും അതുപോലെ തന്നെ അസിസ്റ്റഡ് അതായത് സഹായത്തോടു കൂടിയുള്ള റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതായത് എന്താണ് ചെയ്യുന്നു കൊടുക്കുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജികൾ, അതായത് വന്ധ്യത ചികിത്സയുടെ സമയത്ത് എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് നടത്തേണ്ടത് എന്ന് എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഡോക്ടർമാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF എന്ന് പറയുന്നത്. ക്യാൻ ബെനിഫിഷ്യൽ ഫോർ ദ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഇവ രണ്ടും ഇൻഫെർട്ടിലിറ്റി വന്ധ്യവരായിട്ടുള്ള ആളുകളുടെ ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ? ഇപ്പോൾ ഇനി നമ്മളൊരു IVF എന്ന് കേട്ടു, ഇപ്പോൾ സാധാരണ ഒത്തിരി കേൾക്കാറുമുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, എന്താണ് IVF? ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഈസ് ദ ജോയിനിങ് ഓഫ് വുമൺസ് എഗ് ആൻഡ് മെൻസ് സ്പേം ഇൻ എ ലബോറട്ടറി ഡിഷ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, പങ്കാളികളുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും എടുത്തിട്ട് ലബോറട്ടറിയിൽ വെച്ച് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഡിഷിനകത്ത് വെച്ച് അവയെ യോജിപ്പിക്കുന്നു. ഇൻ വെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് എന്നുള്ള അർത്ഥമാണ്. സാധാരണ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? സ്ത്രീയുടെ ശരീരത്തിനകത്ത് വെച്ചാണ്. ഇവിടെ ലബോറട്ടറിക്കകത്ത് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഡിഷിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് പേജ് നമ്പർ 134. മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാരുടെ വന്ധ്യത എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാരണം. ഓക്കെ, തന്നിരിക്കുന്നത് മെയിൽ infertility is when a sexually mature man is unable to impregnate a fertile woman after trying for at least 1 year. അതായത് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ പുരുഷൻ ഒരു വർഷമായിട്ട് ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുവാൻ ശ്രമിച്ചിട്ട് ഗർഭിണി ആകുന്നില്ലെങ്കിൽ നമുക്ക് പറയാം മെയിൽ ഇൻഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇൻക്ലൂഡിങ് ലോ സ്പേം പ്രൊഡക്ഷൻ, അതായത് സ്പേമുകളുടെ എണ്ണത്തിലുള്ള കുറവ്, ഉൽപ്പാദനത്തിലുള്ള കുറവ്, അതുപോലെ തന്നെ അബ്നോർമൽ സ്പേം പ്രൊഡക്ഷൻ, യാതൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിലുള്ള സ്പേമുകളുടെ പ്രൊഡക്ഷൻ, ബ്ലോക്കേജ് ഇൻ ദ ഡക്ട് ദാറ്റ് ക്യാരി സ്പേം, അതായത് ടെസ്റ്റുകളിൽ നിന്നും ഈ സ്പേം പീനസിലേക്ക് കൊണ്ടുവരുന്ന ഇതിനുണ്ടാകുന്ന ബ്ലോക്കേജ്. ഓക്കെ, ഹോർമോൺ ഇൻബാലൻസ്, ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ ഇൻബാലൻസ്. ഓക്കെ, എൻഡോക്രൈൻ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. പിന്നെ ഉണ്ടാകുന്ന ഏതാണ്? സ്മോക്കിംഗ്, പുകവലി, എക്സസീവ് ആൽക്കഹോൾ കൺസംപ്ഷൻ, മദ്യപാനം, ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് പ്രകൃതിയിലുള്ള പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ, അതായത് ചൂട്, ടോക്സിൻസ്, വിഷാംശങ്ങൾ, കെമിക്കൽസ്, ഇങ്ങനെയുള്ളത്. ഇനി ഫിസിക്കൽ ഇഞ്ചറി ടു ദ ടെസ്റ്റിക്കിളിന് എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടായിക്കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഓർ ഹിസ്റ്ററി ഓഫ് ഹൈ ഫീവേഴ്സ് ഓർ നംബ്നെസ്, അതായത് വളരെ അധികം ഉണ്ടാകുന്ന വളരെ ഹൈ ആയിട്ടുള്ള ഫീവർ ഉണ്ടാവുകയോ നംബ്നെസ് ഉണ്ടാവുകയോ ചെയ്യാം. ഇനി സർജറി ഓൺ ദ ടെസ്റ്റിക്കിൾസ് ഓർ ഇൻ ദാറ്റ് ഏരിയ, അതായത് ടെസ്റ്റിക്കിളിനോ അതുപോലെയുള്ള അനുബന്ധ പ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ഓപ്പറേഷനുകൾ. ഓക്കെ, യൂസ് ഓഫ് ടെസ്റ്ററോയിൻ ഓർ അതർ ആൻറ്റിബോളിക് സ്റ്റെറോയിഡ്സ്, അതുപോലെ തന്നെ ടെസ്റ്ററോയിനോ അതുപോലെയുള്ള ആൻറ്റിബോഡിക് സ്റ്റെറോയിഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷന് എന്തായിത്തീരാം? ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി 143ാമത്തെ ചോദ്യം, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, അതായത് സ്ത്രീകളിലുണ്ടാകുന്ന വന്ധ്യതയാണ്. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഈസ് ദ ഇന്നബിലിറ്റി ടു ഗെറ്റ് പ്രഗ്നൻറ്റ് or carry pregnancy to term after 1 year of regular unprotected sexual intercourse. അതായത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഈസ് ദ ഇന്നബിലിറ്റി, അതായത് ഒരു കഴിവില്ലായ്മ, ടു ഗെറ്റ് പ്രഗ്നൻറ്റ്, എന്താണ്? ഗർഭിണിയാകാനായിട്ടുള്ള കഴിവില്ലായ്മ, ടു ക്യാരി എ പ്രഗ്നൻസി ടു ടേം ആഫ്റ്റർ 1 year ഓഫ് റെഗുലർ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് തുടർച്ചയായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെയുള്ള സെക്സ്വൽ ഇൻ്റർകോഴ്സിന് ശേഷവും ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നു. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാകാം. ഇൻക്ലൂഡിങ് ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണിൻ്റെ ഇംബാലൻസുകൾ ഉണ്ടാക്കാം. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്, അതായത്
യൂട്രസിൻ്റെയോ ഫെലോപ്പിയൻ ട്യൂബിൻ്റെയോ സർവീസിൻ്റെയോ ഏതെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. ജെനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. ലൈഫ് ഫാക്ടേഴ്സ്, അതായത് ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഏജ്, അതായത് പ്രായത്തിൻ്റെ കുഴപ്പമുണ്ടായിരിക്കാം. ഫിസിക്കൽ പ്രോബ്ലം, ശാരീരികമായ പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പ്രകൃതി, അതായത് പരിസ്ഥിതിയിലുള്ള പ്രശ്നമായിരിക്കാം. സം കോമൺ കോസസ് ഫോർ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഇൻക്ലൂഡ്, സാധാരണയായിട്ട് കാണപ്പെടുന്ന ചില കോമൺ ആയിട്ടുള്ള കോസുകൾ ഏതാണ്? ഒന്നാമതായിട്ട് ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതായത് സം കോമൺ കോസ് ആയിട്ട് നമുക്ക് പറയാവുന്ന, അതായത് ചില സാധാരണയായി കാണുന്ന കോസുകൾ അല്ലെങ്കിൽ കാരണങ്ങൾ സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് ഓവുലേഷൻ ഡിസോർഡേഴ്സ്. അതായത് വെൻ ദ ഓവറി ഡസ് നോട്ട് റിലീസ് എഗ് ഓർ ഡസ് നോട്ട് റിലീസ് ഹെൽത്തി എഗ്. അവിടെ ഓവുലേഷൻ ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറി നല്ല എഗ്ഗുകൾ ഉൽപ്പാദിപ്പിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റായ സമയത്ത് ഉൽപ്പാദിപ്പിക്കില്ല. വെൻ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഗ്രോ ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രസ്, അതായത് എൻഡോമെട്രിയൽ ടിഷ്യൂസ് യൂട്രസിന് പുറത്ത് വരികയാണെങ്കിലും അതിൻ്റെ അറ്റാച്ച്ഡ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗനുകളിലേക്ക് സംഭവിക്കുകയാണെങ്കിലും ഓക്കെ. ട്യൂബൽ ഇൻഫെർട്ടിലിറ്റി, ചില സമയത്ത് വെൻ ദ ഫെലോപ്പിയൻ ട്യൂബിനകത്ത് ഫെർട്ടിലൈസ് ആവുകയാണ് ഒരു എഗ്ഗും സ്പേമും കൂടി, ഇതെല്ലാം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായി തീരാം. എന്തെല്ലാമാണ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഫെർട്ടിലിറ്റി, അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് സാധാരണ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെയർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ളത്. 1 മെഡിസിൻസ്, അതായത് മരുന്നുകൾ കഴിക്കുക. 2 സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അതായത് ഓപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക. 3 അസിസ്റ്റഡ് കൺസെപ്ഷൻ, അതായത് മറ്റൊരാളുടെ സഹായം, അതായത് മൂന്നാമതൊരു തേർഡ് പാർട്ടിയുടെ, അതായത് ലാബോറട്ടറിയിലെ സഹായത്തോടു കൂടി കൺസെപ്ഷൻ നടത്തുക. ഇൻക്ലൂഡിങ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, അതായത് UI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, അല്ലെങ്കിൽ ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ, ഇത് രണ്ടുമാണ്. ഇത്രയും ട്രീറ്റ്മെൻറ്റുകളാണ് സാധാരണയായിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം.